ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. സുപ്രഭാതം. എന്നിട്ട് കുളിയും കാര്യമൊക്കെ കഴിഞ്ഞു, അമ്പലത്തിൽ പോയി. അപ്പോഴേക്ക് മാളുവിന് ഇപ്പം രാവിലെയാണ് ട്യൂഷൻ. അപ്പോൾ പിന്നെ കുഞ്ഞുവാവ നേരത്തെ നീട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വെറുതെ ഇനി അഥവാ വാശി പിടിച്ചാലും വന്നാൽ അപ്പോൾ ഞാനാണിപ്പോൾ കൊണ്ടേക്കാൻ പോലെ ഇന്നലെ ഇന്നും ഇന്നലെ തൊട്ടാണ് രാവിലെ കൊണ്ടേക്കി വന്നു. ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ചുമയൊക്കെ ഉണ്ടേ. അതന്നെ ഒരു അടപ്പ് തണുപ്പല്ലേ, ഇനി കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് റാഗിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. റാഗിപ്പൊടി മാത്രം ആകുമ്പോ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് അരിപ്പൊടിയിൽ കുറച്ച് കളർ കിട്ടാനും ഹെൽത്തി ആവാനും. ആ കത്തി അവിടെ എടുക്കണോ? ചെയ്യാം. റാഗിയുടെ നൂൽപുട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ അല്ലേ മുത്തശ്ശി? അതെ അതെ, മറ്റേ ഇതുപോലെ ഉണ്ടാക്കൂലേ? ഏതാ നൂൽപുട്ടിനെ കണ്ടിട്ട് ഞാൻ ഓർമ്മട്ടില്ല. ഏതുപോലെ ഉണ്ടാക്കണ? മാത്രം. മതിയാവൂല്ലേ മുത്തശ്ശി? ഇതിങ്ങനെ ഇനി നൂൽപുട്ട് ഉണ്ടാക്കി തീർക്കണം, അല്ലാണ്ട് ഒറ്റയടിക്ക് തിന്നാൻ പറ്റണില്ല. ഇപ്പൊ റാഗി ദോശയൊക്കെ കഴിച്ചോ? അതാണേ. അതെ, നൂൽപുട്ട് ഇഷ്ടമാണ്, പക്ഷെ ഈ റാഗി മിക്സ് ചെയ്തതാവുമ്പോ ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നി. ഉപ്പ് വേണോ? ഉപ്പ് ഇട്ടിട്ടേ. ഞാനും അങ്ങനെ ചെയ്യാം. അമ്മ വെള്ളത്തിലാണ് ഉപ്പിട്. മതിയൂല്ലേ? കപ്പ് വേണം വെള്ളം. അത് മുക്കാൻ പറ്റും. അതൊക്കെ ശരിയാവും. മുക്കി നോക്കൂ. തൽക്കാലം അങ്ങനെയല്ല നല്ലത്. ചൂടുണ്ട് കേട്ടോ. ഇതിന്റെ പിടുത്തവും പിടുത്തം പിടിക്കാൻ എളുപ്പം മറ്റതാണ് കഴിക്കില്ല. അങ്ങനെ നമ്മള് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെട്ടി തിളച്ച വെള്ളം. അതെ. അവിടെ കുത്തും കടലയാ. അത് കഴിച്ചിട്ടാ പോയി കഴിഞ്ഞ. അപ്പൊ അത് കുഴച്ച് വെച്ചാ ഞാൻ കഴിക്കാൻ പോവുകയായി. അത് ഞാൻ രാവിലെ നേരത്തെ ശരിയാക്കി വെക്കും. ഉണ്ടാക്കൽ പിന്നെ അമ്മായി ചെയ്യും. കൂട്ടാൻ ഞാൻ റെഡിയാക്കി വെക്കും. വെള്ളം പോരേ? വെള്ളം പോരാ. ഇനി എന്താ, ഇനി തിളപ്പിക്കണോ? തിളപ്പിച്ചോ? ഇതൊന്ന് വെള്ളം എടുക്കാനാ സുഖം. കുറച്ചൊരു അരപ്പാസം കൂടി ഉണ്ടായാൽ മുതശ്ശിക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ നൂൽപുട്ട് ഉണ്ടാക്കണ മെഷീൻ? ഒരു സെക്കൻഡില് അല്ല, 1 മണിക്കൂറിൽ 400 നൂൽപുട്ട് ഉണ്ടാക്കാൻ പറ്റും 1 മണിക്കൂറിൽ. നമുക്ക് തുടങ്ങിയാലോ? അതെ, വില 10-30 ഒക്കെ ഉണ്ട്. അത്രയും ഓർഡർ നമുക്ക് കിട്ടണം. അതെ അതെ.
ഇപ്പൊ നല്ല ചൂടുണ്ടാവില്ലേ അത്? ഇത് ചൂടായിട്ടേ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുഴച്ചാൽ മതി. ആ നല്ല മയം കിട്ടും. ഇപ്പൊ ബാക്കിയൊക്കെ റെഡി ആയില്ലേ? കയ്യിന് പൊട്ടി പിടിക്കൂല. ആയിക്കോട്ടെ. എന്നാ ചൂടാറാൻ കുറച്ച് സമയം എടുക്കണ്ടാവില്ലേ ഇനി? സമയം എടുക്കും. അപ്പൊ മുത്തശ്ശിയപ്പോഴൊക്കെ ഫുഡ് കഴിച്ചു വന്നോളൂ. മുത്തശ്ശിക്ക് ഈ നൂൽപുട്ട് അത്ര ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമാണോ? നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയാലോ. അതെ, പക്ഷെ കുറച്ച് നമ്മൾ പൊടി ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് പിന്നെ അത്ര മനസ്സിലാവില്ല കളർ വ്യത്യാസം. ആ അതെ അതെ. ആ മട്ടരിയും കൊണ്ട് പൊടിച്ച നൂൽപുട്ട് പോലെ ഉണ്ട് ഇപ്പൊ. നമുക്ക് ഇതിലേക്ക് ഇപ്പൊ മുത്തശ്ശി ഇപ്പൊ ഇങ്ങനെ ആക്കി വെച്ച് പോയതാണ് കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് കുഴക്കട്ടെ കേട്ടോ. ഇത് മുത്തശ്ശിയുടെ അടുത്തേട്ടോ. നമ്മൾ കുറെ ഇങ്ങനത്തെ വാങ്ങിക്കണം എന്ന് വിചാരിക്കണം. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സ്റ്റീലിന്റെയോ നമ്മൾ പണ്ടത്തെ മരത്തിന്റെയോ അങ്ങനെ എന്തോ ഇല്ലേ, അതുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോ അങ്ങനെ ഓർഡർ ഉള്ള സമയത്ത് ഇപ്പൊ ഒരുമിച്ചല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാറുള്ളത്, അതുകൊണ്ട് അങ്ങനെ ആവശ്യം വരലില്ല. പക്ഷെ കുഴച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ടൊക്കെ കിട്ടും. നമുക്കതിങ്ങനെ ചുറ്റാം. അവിടെയാണ് ടാസ്ക്. ചിലപ്പോൾ വെള്ളം കൂടിയ സമയത്ത് നല്ല എളുപ്പമാണ് ചുറ്റാൻ. ചുറ്റി ചുറ്റി പക്ഷെ വെള്ളം കുറഞ്ഞിരിക്കുമ്പോഴാണ് ആ ഒരു ബലം പോലെ വരില്ലേ, അപ്പോഴല്ലേ കുറച്ചുകൂടെ രസം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം? അങ്ങനെ കുതിർന്ന പോലെയാണ് ഇഷ്ടം അത് സാധാ പോലെ? സാധയല്ല, കുറച്ച് കട്ടിയിലാണോ ഇഷ്ടം? ഇത് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. കുടുങ്ങിയപ്പോൾ ഞാൻ തുടങ്ങിയതല്ലേ, പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്കിത് ചുറ്റാം. എന്തോ കുഴപ്പം വന്നിട്ടുണ്ട്. ഞാൻ സൈഡ് ഇതെന്താ പറ്റി? 2 ജില്ലുണ്ടോ? അത് ഗായ്സ് ടാസ്ക് കിട്ടി. 2 ചില്ല് ഇതിൻ്റെ ഉള്ളില്. സാധാരണ മുത്തശ്ശി എനിക്ക് കൊണ്ടു തരാറുള്ളത് ഒറ്റ ചില്ല് ഉണ്ടാകാറുള്ളൂ. ഇത് ഉള്ളിലൊന്നും പുറത്ത് വേറെയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ജില്ലേ ഉള്ളൂന്ന്. ഓ കണ്ടു പറയാ, 1000 വെച്ചിട്ടുള്ള കളിയാണ്. ഞാൻ ചോദിച്ചത് എന്താ മുറുക്കിന്റെ ഷേപ്പിൽ ഒരെണ്ണം വരുന്നതെന്ന്. അപ്പൊ നോക്കുമ്പോ ഈ ജില്ലും ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേ. ഈ ജില്ലും ഉണ്ട്, പകുതി വരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം, ഈ വെക്ക് മാറിയതാണോ അതന്നെ ഇതിന് മാറിയതാണോന്ന്. വാ, ഇങ്ങനെ നമ്മള് ഗ്ലാസ്സിലെ ഗ്ലാസ് അപ്പം ഉണ്ടാക്കും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് ഈ ഗ്ലാസ് അപ്പം പോലെ ഉണ്ടല്ലേ ഇത് കാണാൻ, നല്ല ഭംഗിയില്ലേ? ഇനി ഇതിലാണ് കുറച്ച് നേരം ആ ഇപ്പം ലെവലായി. Oh.
നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടുണ്ടാക്കിയിട്ട് എത്ര ദിവസമായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഉണ്ടാക്കാറുണ്ടോയെന്ന് ഞാൻ ചോദിക്കണില്ല, ഉണ്ടാക്കിയിട്ട് എത്ര ദിവസമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഓരോന്നും ഇങ്ങനെ നിങ്ങളെ വീട്ടിലെ വിശേഷമല്ല, ഐ മീൻ ഞങ്ങൾ ഉണ്ടാക്കണതായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നൂൽപുട്ടൊന്ന് ഉണ്ടാക്കി, അപ്പം നിങ്ങളെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട് എത്ര നാളായി എന്നൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ വേണ്ടി പറ്റും. ഇനി ബാക്കിയോടെ തിരിക്കട്ടെ കേട്ടോ. കുറച്ച് നേരത്തേക്ക് എഴുതപ്പോൾ തിരിച്ചേ പറ്റൂ. വലിയ മറയ്ക്കുന്ന പണി പോലെ തോന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇത് ഏറ്റവും മേലെ വെക്കേണ്ടത് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ താഴെ വെച്ച്, ഈ താഴെ വെക്കേണ്ടത് ഞാൻ മേലെ വെച്ചു. ഇതാവട്ടെ, അടുത്തത് നമുക്ക് ശരിയാക്കാം. അങ്ങനെ നമ്മളുടെ കുഞ്ഞാവ് അവിടെ എത്തിയിട്ടുണ്ട്. റെഡി ആയിരുന്നു അംഗൻവാടി പോവാൻ. ഇല്ലേ, ഞാനാ കൊണ്ടേക്കേണ്ടത്? പിന്നെ ആരാ കൊണ്ടേക്കുക? ഞാനാ? ഇങ്ങോട്ട് വരൂ. കുഞ്ഞാവ ഏട്ടനി കുറച്ചു നേരം സല്ലപിക്കാം അല്ലേ? കുഞ്ഞാവ ആച്ചി കുളിച്ചു, കണ്ണെഴുതി പൊട്ട് തൊട്ടു ഇല്ലേ? മായ്ച്ചു. ആര്? അമ്മ മായ്ച്ചു. ഇനി എന്താ ചെയ്യാ? ഇനി പുതിയ പൊട്ട് തൊടണോ നമുക്ക്? ആ, അപ്പോ അമ്മ ലൈറ്റ് ഒന്ന് ഇട്ടുതരോ? എണ്ണയൊക്കെ തേച്ച വാസനയൊക്കെ ഉണ്ട്, മുത്തശ്ശിയുടെ അമ്മ ഉണ്ടാക്കണ എണ്ണയൊക്കെ. അല്ല അവന് കുഞ്ഞാവേ അംഗൻവാടി പോണ്ടെന്ന് നമുക്ക് ഇന്നാരെ കൊണ്ടുവരാൻ വരേണ്ടത്? മാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. മാച്ച് ക്ലിപ്പ് നോക്കട്ടെ. ഇതൊക്കെ വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരണം കേട്ടോ തിരിച്ച്. ഇത് പോന്നൂലേ? ഇത് നമ്മുടെ കട്ട് ചെയ്യാലേ, ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കും. അല്ലെ ഇവിടെ എന്തെങ്കിലും പിന്നുത്തണം ഈ സൈഡിൽ. അടിച്ചാലും മതി. ആ കുഞ്ഞാവയും പുട്ടും. കുഞ്ഞാവയ്ക്ക് അമ്മുച്ചിട്ട പുട്ട് തരാം. ഓ വിശക്കുണ്ടോ? അല്ലേ വിശക്കുണ്ടോ? പാവം തന്നെ കുഞ്ഞാവ. ചണ്ടിപ്പെണ്ണന്നെ അല്ലേ? ചണ്ടിപ്പെണ്ണല്ലേ? ഒക്കെ അതെ. വികൃതി കുട്ടിയല്ലേ? അതും അതെ. പോക്കിരിയല്ലേ? റോസ് വളണ്ടോ? മാച്ചൊക്കെ ഇട്ടിട്ടാണ് പോണത് കുഞ്ഞാവ. വരും ഫുഡ് കഴിക്കല്ലേ അല്ലേ? മെല്ലെ കഴിച്ചോളൂ കേട്ടോ. നമിച്ചിട്ട് കഴിക്കണോ? ഏതാ സാധനം? നമിച്ചിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ. ഇവിടെ ഇന്ന് കുഞ്ഞാവ കഴിച്ചോളൂ. അച്ചോളും ഉണ്ട് ഇവിടെ. അമ്മച്ചിട്ട് വേണേ ഒരു കഷ്ണം കുഞ്ഞാവയുടെ. സൂപ്പർ പാവ പോയി. എന്റെ കുട്ടിയാണിത്, എന്റെ കുട്ടിയാണ്. വഴി നോട്ടെന്നാല് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കട്ടെ. കുഞ്ഞാക്ക് ഇഷ്ടം നൂൽപുട്ട്? കുഞ്ഞാക്ക് വേണോ നൂൽപുട്ട്? വേണോ? അംഗൻവാടിന്ന് പോയി വന്നിട്ട് അമ്മച്ചിട്ടവിടെ എടുത്ത് വെക്കാം. അമ്മച്ചിട്ടേക്ക് ബിരിയാണി കൊണ്ട് തരണം ഇന്ന് അംഗൻവാടിന്ന്, മറക്കരുതേ. പാർവതി ചേച്ചിയോട് പറയണം ബിരിയാണി അമ്മച്ചിട്ടേക്ക് വേണം കേട്ടോ. അത് കഴിച്ചോളൂ. ഓണാണോ ഫോണ്? ഫോൺ ഓണാണെന്ന് കാണിച്ചതാ. കഴിച്ചോളൂ കേട്ടോ. അവിടെ ഇരുന്നോളൂ, സോഫയിൽ ഇരുന്നോളൂ, കഴിച്ചോളൂ. ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ഇത്തിരി പൊട്ടറ്റോ
ഉണ്ട്. പൊട്ടറ്റോ വേവിച്ചാൽ മതി, അത് ക്യാരറ്റ് വേവിച്ചാൽ മതി. വേവിക്കാം, അപ്പൊ പിന്നെ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. ആയി തോന്നുന്നു അല്ലേ? നോഫ് ചെയ്തോ. എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം ഇത് എടുത്തതിന് ശേഷം വേണം ഇനി അടുത്തത് തിരിക്കാൻ. തിരിക്കൽ വലിയ ടാസ്ക്കാണ് എന്ന് പറയുന്നില്ല, പക്ഷെ തിരിക്കാൻ എനിക്ക് ഇഷ്ടാട്ടോ. അതാ അങ്ങനെ പുറത്ത് വെച്ച് അല്ല അങ്ങനെ വെച്ചതാ. പുറത്തുണ്ടറിയോ കുറച്ചുകൂടെ പഴച്ചു. വെള്ളം വറ്റാറായി. നന്നായി കണ്ടത്. വെക്കാല്ലേ? ഇതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മേ കുഴപ്പമില്ല കേട്ടോ. എന്നാല് അപ്പൊ ഇതാ നമ്മളിനി ഇതിലേക്ക് ആയ നമ്മളുടെ ചൂടുണ്ട് കേട്ടോ. ചൂടൊന്നും പോയിക്കോട്ടെ. ചായണം. ചെലപ്പോ തട്ടിയാ തന്നെ വീഴുമ്പോ ഇല്ലല്ലേ? മറ്റേ തട്ട് കൊണ്ട് മതിയായിരുന്നു. എളുപ്പമുണ്ടല്ലോ വിചാരിച്ചിട്ടേ. അല്ല അത് മറ്റേ പറ്റിച്ചാ പോലെ പഴം വേവിക്കണത്. അത് പറ്റും. നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമാവ എന്താ കഴിച്ച്? പുട്ട് കഴിച്ചു. കുഞ്ഞാക്ക് നൂൽപുട്ട് വേണ്ടേ? നൂൽപുട്ട് വേണം പറഞ്ഞു. വേണ്ടേ? എന്താ സംഭവം? നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. കൊറേ ഇതിൽ തന്നെ ആയിപ്പോയി. കൊറേ ഇതിനായതെന്താ ഞാൻ അങ്ങനെ ഭംഗി കൂട്ടി 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 കൊണ്ടാണ് അങ്ങനെ. മാച്ച് ചെയ്താ മതി. ഏലക്കായ കൊണ്ടുവരാൻ പോയതാ കേട്ടോ. കാണാൻ ചെയ്യും. രണ്ട് മൂന്ന് കറുവപ്പട്ട, ഗ്രാമ്പൂ. അമ്മുച്ചിട്ട് വിളിക്കണ്ട് പറയോ? അമ്മുച്ചിട്ട് വിളിക്കണ്ട് പറയും മുത്തശ്ശീനെ. ഗ്രാമ്പൂ കാണാൻ. അല്ല അമ്മ ഗ്രാമ്പൂ ഉണ്ടോ അമ്മേ? എവിടെ? ഞാനത് ഈ ബോട്ടില് ഇട്ടച്ചേരി മറന്നു. പിന്നെ പൊടിച്ചത് പഞ്ചസാര കൂട്ടിയാ പറ്റുമോ? 2 ഏലക്കായ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കട്ടെ. അപ്പൊ അമ്മ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു വീഡിയോ എടുക്കാൻ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് എന്താ രണ്ട് പട്ട, ഗ്രാമ്പൂ അല്ല 2 പട്ട. പിന്നെ ഏലക്കായ ഇടണം കേട്ടോ. പക്ഷെ ഏലക്കായുടെ തോലിടരുത്. നിങ്ങളിങ്ങനെ ഇതാ ഈ മണിമണികളില്ലേ അത് ഇടണം കേട്ടോ. 2 എണ്ണം മതിയേ. ഷൂ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കുഞ്ഞാവ. ഞാൻ വല്യച്ഛൻ വന്നു പറയാനാവും. ഇതാ 2 മണികൾ ഇടുക. ഇനി അതിന് ശേഷം നമുക്ക് ഗ്രാമ്പൂ. ഒരു മിനിറ്റ്. കേട്ടു. മിഠായി കൊടുന്നിട്ടില്ലാന്ന്. 2 ഗ്രാമ്പൂ. നാളെ കൊണ്ടുവരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോള. കറക്ക് പ്രത്യേകിച്ച് പേരുണ്ടോ? പേരില്ല. വെജിറ്റബിൾ സ്റ്റൂ. നമ്മളെ ഇഷ്ടു മുത്തശ്ശി ഉണ്ടാക്കുന്നത് മസാല ഒന്നും ഇല്ലാതെ മസാല ഇല്ലാത്ത മസാല ഇട്ടത്. മസാല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ. കുരുമുളക് പൊടിയും ഗ്രാമ്പും പട്ടയും. അത്രേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇപ്പൊ തന്നെ ആഡ് ചെയ്യാതിരിക്കും. നല്ല ടേസ്റ്റ് ആവണ്ട അല്ലേ? നല്ല പേസ്റ്റ് ആവണ്ട. കുറച്ച് ക്രഷ് ആയിട്ട് കിടക്കണം. നമ്മൾ ചതഞ്ഞ രീതിയിൽ. അതെ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
പട്ടയുടെ ഒക്കെ സ്മെല്ലേ വരാൻ തുടങ്ങിയോ? ആ ഗ്രാമ്പ് പട്ട അതൊക്കെ ഉള്ള സ്മെല്ല്. അച്ഛൻ വന്നു, അച്ഛനൊന്ന് കാണിച്ചോളൂ. അച്ഛൻ ഇവിടെ എത്തിയാൽ നോക്കട്ടെ. അമ്പലത്തിൽ എത്തും. നേരെ പിടിച്ചോളൂ, വളച്ചു പിടിക്കണ്ട. ഒരു ഹായ് കൊടുക്കൂ അച്ചേട്ടാ എല്ലാവർക്കും. ആ കുഞ്ഞാവേം കൊടുക്കൂ, കുഞ്ഞാവ് കൊടുക്കൂ. ആ പറയൂ ഹായ്ന്ന്. ആ കുഞ്ഞാവ് കിടക്കൊരു നാണക്കട കേട്ടോ. എന്നാ ഞങ്ങൾ അടുക്കളയിലേക്ക് പോട്ടെ. അങ്ങനെ നമ്മൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച നമ്മളുടെ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസ് എന്ന് പറയണം പൊട്ടറ്റോയും കൂടെ നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊട്ടാം. ചാട് പൊട്ടറ്റോ, ചാടി ഇപ്പം നിലത്തേക്ക് ചാടി. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ആ അതെ, അമ്മ അപ്പോഴത്തേക്കും നാളികേരൊക്കെ ചിരവി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1-ാം പാല് 2-ാം പാല് ആക്കി എടുക്കണം. അത് ഞാൻ ചെയ്യാം. ഇതിൽ അമ്മ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കൂ. ആ മഞ്ഞപ്പൊടിയുടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ബാക്കിൽ മഞ്ഞപ്പൊടിയുടെ ബാക്കിൽ. സ്പൂൺ ഉണ്ടാവില്ല, ജസ്റ്റ് അങ്ങോട്ട് ആ മരത്തിന്റെ സ്പൂൺ എടുത്തോളൂ. അതാ മേലെ കാപ്പി ഉണ്ടാക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഓ മതി. നല്ലോണം നടക്കാം. മുത്തശ്ശി കോട്ടുവായൊക്കെ ഇടുന്നുണ്ട്. മുത്തശ്ശിക്ക് കൂടി നേരത്തെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം വരില്ല. പക്ഷെ കിടക്കൂട്ടോ, പക്ഷെ ഉറങ്ങൊന്നുമില്ലേ. പറയും പക്ഷെ ഉറങ്ങില്ല. അതാണ് ഇപ്പൊ ആ കോട്ടുവായ സിഗ്നൽ വന്നത്. ഇനി നമുക്ക് നാളികേരപ്പാലാണ് വേണ്ടത്. ഞാൻ വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിതാ 2-ാം പാല് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഉമ്മകളൊക്കെ റെഡിയാക്കിയത് കേട്ടോ. 1-ാം പാല് ഇതാ ഇവിടെ കയ്യൊക്കെ കഴിക്കാൻ നിൽക്കുക. ഇനി 2-ാം പാലയിൽ വെച്ചോളൂ അമ്മ. ഞാൻ ഇവിടെ എന്താ അമ്മ ഇവിടെ ഞാൻ അമ്മ ഇവിടുന്നാണ് എടുക്കണത്. ഒഴിച്ചോളൂ. 2-ാം പാല് അങ്ങനെ ഒഴിച്ചു. 2-ാം പാല് വലിയ മതി. ഈ നാളികേരം വലിയ സുഖമില്ലൊന്നും കേട്ടോ. നാളികേരം ഇനിയിപ്പോ കിട്ടത് എങ്ങനെയാന്ന് അറിയില്ല. കുറേക്കേ വെള്ളം ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഞാൻ ഉച്ചക്ക് മാത്രമല്ല, അല്ല രാവിലത്തെ മാത്രമല്ലേ വേണ്ടു. അതെ, ഉച്ചക്ക് വേണ്ടല്ലോ. ഒരു നേരത്തിനൊക്കെ ഉണ്ട്, കൂടെ ഉണ്ടാവും. കഷ്ണം കുറച്ച് കുറഞ്ഞു കൊടുത്തത് അതാണ്. അതിന് പൊട്ടറ്റോ ഒക്കെ തീർന്നു. പിന്നെ ബേബി പൊട്ടറ്റോ എടുത്തിട്ടില്ല. അത് നമുക്ക് ആ ബേബി പൊട്ടറ്റോ പൊടി റോസ്റ്റ് ഉണ്ടാക്കാനാണ്. ഒരു വീഡിയോ നമുക്ക് ചെയ്യാല്ലേ. അതെ, കൊറേ നാളെ വിചാരിക്കണം. ഉടച്ചു കൊടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മൾ 1-ാം പാല് ഒഴിച്ചതിന്റെ ആണ് ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് അരച്ച് കലക്കി ഇങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. കുറച്ചും കൂടെ വെള്ളമാക്കി. അതെ. നമുക്ക് ഇത് തിളച്ചതിന് ശേഷം ഇടാം. കറിവേപ്പില വേണം, പറയാൻ മറന്നുപോയി. പോയി കൊണ്ടുവരാം. സംശയം തോന്നിയില്ലേ അപ്പഴാ പോകുമ്പോ പറയാ. അതെ, ഓക്കെ, ഇന്ന് കൊണ്ടുവന്നോളൂ. കറിവേപ്പിലേക്ക് കൊണ്ടുവന്നൂലമ്മേ. കറിവേപ്പില കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് കറിവേപ്പില ഇടാട്ടോ. തിളച്ചോട്ടെ. തിളച്ചതാണ്. ഞാൻ പിന്നെ തിളച്ചു. ഞാൻ പിന്നെ ഒന്ന് അങ്ങനെ പിടിച്ച് നിന്നതാ. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 1-ാം പാല് ഒഴിക്കാൻ. എന്നിട്ട് അതെ, നമ്മളെപ്പോഴും 1-ാം പാല് ഒഴിക്കുമ്പോ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. ഇപ്പൊ നല്ല സ്റ്റൂ ആയില്ലേ? നല്ല സ്റ്റൂ ആയി. ഇനി ഇരുന്നൊന്ന് കുറുകും. ഒന്ന് കൊഴുപ്പ് പോലെ വരും. അതെ, ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോ തന്നെ വരും കേട്ടോ. അതെ, അപ്പൊ നമ്മളുടെ റാഗിപ്പുട്ടും റാഗി ഇടിയപ്പവും കാപ്പിയും അതെ എല്ലാം എന്താ ഓരോന്നോരോന്നായി ആയിട്ടുണ്ട്. എല്ലാരും കഴിക്കാം. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ. നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതെ.